ഹലോ ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്കാണ്, ക്രഞ്ചി എഗ് ഫിംഗേഴ്സ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നാല് കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ പുതിനയില ചോപ്പ് ചെയ്തതും 1 സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തതും നമുക്കെടുക്കാം. അതിലേക്ക് ഒരു 4 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഒരു 4 സ്പൂൺ ഗരം മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ മുട്ട പൊട്ടിച്ചിടാം. നാല് മുട്ടയും പൊട്ടിച്ചിട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ട്രേയിൽ ഒരല്പം ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. സ്റ്റൗവിൽ ഒരു കടായി വെച്ച് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമുക്കിത് വെച്ച് ആവി കയറ്റിച്ച് ഒരു 25 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. മിനിറ്റ് കൊണ്ട് നമുക്കിത് കറക്റ്റ് ബേക്ക് ചെയ്ത് കിട്ടും. മുട്ട റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും ഒരു പിഞ്ച് ഉപ്പും 1/2 സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിൽ നമുക്ക് കുറച്ച് ഓട്സ് ക്രഷ് ചെയ്തെടുക്കാം. ഓട്സോ അല്ലെങ്കിൽ ബ്രെഡ് ക്രബ്സ് ആയാലും മതി. ഞാനിവിടെ ഓട്സാണ് എടുത്തത്. ഇനി അടുത്തൊരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് നന്നായി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് എഗ് ഫിംഗേഴ്സ് ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. എഗ് ഫിംഗേഴ്സ് ഈ മിശ്രിതത്തിൽ മുക്കിയതിന് ശേഷം വേണം നമുക്കിനി അത് മറ്റേ ഓട്സ് ക്രബ്സിലും പിന്നെ കോൺഫ്ലോർ മിക്സിലും റോൾ ചെയ്തെടുക്കാനായിട്ട്. 25 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെച്ചേണ്ടതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇത് നമുക്കിനി സ്ലൈസ് ആക്കി എടുക്കാം. ഞാനിവിടെ 1/2 ഇഞ്ച് വീതിയിലാണ് സ്ലൈസ് ആക്കി എടുത്തിരിക്കുന്നത്.
ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഇത് ഫുൾ ലെങ്ത്തിലും നമുക്ക് റോൾ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിത് എൻ്റെ സെൻറ്റർ നോക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫിംഗേഴ്സ് എടുത്ത് ഈ മുട്ട കലക്കി വെച്ചേക്കണേലും പിന്നെ ഓട്സ് റബ്സിലും പിന്നെ കോൺഫ്ലോർ മിക്സിലും ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം. എല്ലാം ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം കേട്ടോ എഗ് ഫിംഗേഴ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഓരോന്നായിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അടിവശം ഒന്ന് കളർ മാറിക്കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി ഫ്ലെയിം കൂട്ടി കൊടുക്കാം. കാരണം ഇതിനുള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസ് ഓൾറെഡി വെന്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഈ മുകളിൽ നമ്മൾ റോൾ ചെയ്തേക്കുന്നത് മാത്രം നമുക്ക് വെന്ത് കിട്ടിയാൽ മതി, മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പം എല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റിയും ക്രഞ്ചിയായ എഗ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മയണൈസും ടൊമാറ്റോ കെച്ചപ്പുമാണ് ഞാൻ സൈഡായിട്ട് വെച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.